തിരഞ്ഞെടുപ്പ് ചൂട് കത്തുന്ന ഈ സമയത്തെ കേരള രാഷ്ട്രീയത്തിൽ നടക്കുന്ന തരത്തിലുള്ള ഒരു വലിയ വിവാദമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ പേരിൽ നടത്തിയ ഒരു നീക്കം തന്നെ CPM നേതാക്കളെ ഗുരുതരമായ ക്രിമിനൽ കേസുകളിലേക്ക് തള്ളിയെന്ന ആരോപണമാണ് ശക്തമാകുന്നത്. മുസ്ലിം വോട്ട് പിടിക്കാനുള്ള ശ്രമം എന്ന വിലയിരുത്തലിനിടെ നടന്ന ഒരു വിവാഹം ഇപ്പോൾ ബാലവിവാഹം, തട്ടിക്കൊണ്ടുപോകൽ, ഗൂഢാലോചന തുടങ്ങിയ ഗുരുതര കുറ്റകൃത്യങ്ങളിലേക്ക് വഴിമാറിയിരിക്കുകയാണ്. തിരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ CPMന്റെ പല സ്ഥാനാർത്ഥികൾക്കും ഏറ്റവും വലിയ ആശങ്കയായി മാറിയത് മുസ്ലിം വോട്ടുകളായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനും SNDP നേതാവ് വെള്ളാപ്പള്ളി നടേശനും മുന്നിൽ നിന്നുള്ള ചില നിലപാടുകൾ മുസ്ലിം സമൂഹത്തിൽ പ്രതികൂലത സൃഷ്ടിച്ചുവെന്ന വിലയിരുത്തൽ പാർട്ടിക്കുള്ളിൽ തന്നെ ശക്തമായിരുന്നു. മുസ്ലിം സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ ഇത് തിരിച്ചടിയാകുമെന്നും ഒരു വോട്ട് പോലും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്നും CPM സ്ഥാനാർത്ഥികൾ തിരിച്ചറിഞ്ഞതായി റിപ്പോർട്ടുകൾ പറയുന്നു. പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കമുള്ള നേതാക്കൾക്കും ഈ ആശങ്ക ഉണ്ടായിരുന്നുവെന്നാണ് സൂചന. ഈ സാഹചര്യത്തിലാണ് മുസ്ലിം സമൂഹത്തിന് അനുകൂലമായ ഒരു സന്ദേശം നൽകാനുള്ള ശ്രമങ്ങൾ CPM ശക്തമാക്കിയത്. അത്തരമൊരു പശ്ചാത്തലത്തിലാണ് കുംഭമേളയിലൂടെ വൈറലായ ഒരു പെൺകുട്ടിയെയും മധ്യപ്രദേശ് സ്വദേശിയായ ഫർമാൻ എന്ന യുവാവിനെയും ചുറ്റിപ്പറ്റിയ സംഭവം കേരളത്തിൽ വലിയ രാഷ്ട്രീയ ചർച്ചയായി മാറിയത്. ഫർമാൻ കേരളത്തിലെത്തിയപ്പോൾ CPM നേതാക്കൾ തന്നെ ഈ വിഷയത്തിൽ സജീവമായി ഇടപെട്ടു. MV ഗോവിന്ദൻ, മന്ത്രി V ശിവൻകുട്ടി, MP A റഹീം തുടങ്ങി നിരവധി നേതാക്കൾ ചേർന്ന് ഈ യുവാവിനും പെൺകുട്ടിക്കും വിവാഹം നടത്താൻ മുന്നോട്ട് വന്നു. ഹിന്ദുവും മുസ്ലിമുമായ ഒരു യുവതിയുടെയും യുവാവിന്റെയും വിവാഹം ക്ഷേത്രത്തിൽ വെച്ച് നടത്തിയത് തന്നെ വലിയ വിവാദത്തിന് ഇടയാക്കി. എന്നാൽ ഇത് കേരള മോഡലാണെന്ന് വിശേഷിപ്പിച്ച് CPM നേതാക്കൾ അതിനെ ന്യായീകരിക്കുകയും ചടങ്ങിൽ നേരിട്ട് പങ്കെടുത്ത് ആശംസകൾ നൽകുകയും ചെയ്തു. വിവാഹത്തിന്റെ എല്ലാ ഒരുക്കങ്ങളും പാർട്ടി നേതാക്കൾ തന്നെയാണ് നിർവഹിച്ചതെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. വിവാഹത്തിന് ശേഷം ഹർമാനും ഭാര്യയും നന്ദി പ്രകടിപ്പിക്കുകയും ചെയ്തു. എന്നാൽ ഈ സന്തോഷ വാർത്തയ്ക്ക് പിന്നാലെ വലിയ ചോദ്യങ്ങൾ ഉയർന്നു. പെൺകുട്ടിയുടെ പ്രായത്തെക്കുറിച്ചുള്ള സംശയമാണ് വിവാദത്തിന്റെ കേന്ദ്രമായി മാറിയത്. കുംഭമേളയിൽ വൈറലായ സമയത്ത് പുറത്തുവന്ന റിപ്പോർട്ടുകൾ പ്രകാരം പെൺകുട്ടിക്ക് വെറും 16 വയസ്സ് മാത്രമാണെന്നായിരുന്നു വിവരം. ഇത് വലിയ നിയമ പ്രശ്നങ്ങൾക്ക് വഴി തുറന്നു. പ്രായപൂർത്തിയാകാത്ത മകളെ തട്ടിക്കൊണ്ടുപോയെന്നാരോപിച്ച് പെൺകുട്ടിയുടെ മാതാപിതാക്കൾ മധ്യപ്രദേശ് പോലീസിൽ പരാതി നൽകി. തുടർന്ന് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. സംഭവത്തിൽ ദേശീയ പട്ടികജാതി കമ്മീഷനും ഇടപെട്ടു. കേരള DGPയോടും മധ്യപ്രദേശ് DGPയോടും റിപ്പോർട്ട് ആവശ്യപ്പെട്ട ശേഷം നടത്തിയ പരിശോധനയിൽ ഇത് വ്യക്തമായ ഒരു ബാലവിവാഹമാണെന്ന് കമ്മീഷൻ കണ്ടെത്തി. 16 വയസ്സും 2 മാസവും മാത്രമാണ് പെൺകുട്ടിയുടെ പ്രായമെന്നും ഇത് ഗുരുതരമായ കുറ്റകൃത്യമാണെന്നും കമ്മീഷൻ റിപ്പോർട്ട് ചെയ്യുന്നു. ഇതിനു പുറമെ SC/ST അട്രോസിറ്റീസ് ആക്ട് ഉൾപ്പെടെ വിവിധ നിയമങ്ങൾ പ്രകാരം കേസെടുക്കാവുന്നതാണെന്നും വ്യക്തമാക്കുന്നു. വിവാഹം നടത്തുന്നതിനായി വ്യാജരേഖകൾ സൃഷ്ടിച്ചെന്ന ആരോപണം അടക്കമുള്ള ഗുരുതര കുറ്റകൃത്യങ്ങൾ കൂടി ചുമത്തപ്പെട്ടിട്ടുണ്ട്. ഈ കേസിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന സംശയവും അന്വേഷണത്തിൽ ഉയർന്നിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ മധ്യപ്രദേശ് പോലീസ് കേസെടുത്തു. CPM നേതാക്കളായ MV ഗോവിന്ദൻ, V ശിവൻകുട്ടി, A റഹീം എന്നിവരെ പ്രതികളായി ഉൾപ്പെടുത്തേണ്ട സാഹചര്യം രൂപപ്പെട്ടുവെന്നാണ് റിപ്പോർട്ടുകൾ. ഇതോടെ ഒരു രാഷ്ട്രീയ നീക്കം എന്ന നിലയിൽ ആരംഭിച്ച സംഭവം ഇപ്പോൾ ഗുരുതര നിയമ പ്രത്യാഘാതങ്ങളിലേക്ക് വളർന്നു. ഏത് നിമിഷവും മധ്യപ്രദേശ് പോലീസ് കേരളത്തിലെത്തി തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന ആശങ്കയും ഉയർന്നിട്ടുണ്ട്. വോട്ട് ബാങ്ക് രാഷ്ട്രീയം എത്രത്തോളം അപകടകരമാണെന്നതിന് ഉദാഹരണമായി മാറുകയാണ് ഈ സംഭവം. വോട്ട് നേടാനുള്ള ശ്രമം ഇപ്പോൾ കേസുകളും അറസ്റ്റിന്റെ ഭീഷണിയുമായി തിരിച്ചു വന്നിരിക്കുകയാണ് എന്നതാണ് വിമർശനം. തിരഞ്ഞെടുപ്പ് അടുത്തെത്തുന്ന ഈ ഘട്ടത്തിൽ ഈ വിവാദം CPMനെ എത്രത്തോളം ബാധിക്കുമെന്നത് ഇനി കേരള രാഷ്ട്രീയം കാത്തുനോക്കുകയാണ്.